താർക്കികമായി ചില പണ്ഡിതന്മാരുണ്ടാക്കിയ വാദങ്ങൾ എതിർവാദങ്ങളുമല്ല. മറിച്ച് എന്താണ് ഇന്ത്യ എന്നുള്ളതിനെ കുറിച്ച് 19-ാം നൂറ്റാണ്ട് അവസാനം മുതൽ നിർണായകമായ ചില സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യയുടെ ദേശീയതാ സങ്കല്പം 19-ാം നൂറ്റാണ്ട് അവസാനം വികസിച്ചു വരുമ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ പരിണാമചരിത്രം വിശദമായിട്ട് പഠിച്ച ഒരാളാണ് AR ദേശായി. സോഷ്യൽ ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രാമാണികമായ ഗ്രന്ഥം. അതിൽ അദ്ദേഹം 5 ഘട്ടങ്ങൾ ഇന്ത്യൻ ദേശീയതയ്ക്ക് നിർദ്ദേശിക്കുന്നുണ്ട്. 1-ാം ഘട്ടമായിട്ട് അദ്ദേഹം പറയുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ദശകങ്ങളിൽ ഇന്ത്യയിലെ മധ്യവർഗം, ഉപരിവർഗവും മധ്യവർഗവും ഒക്കെ വിദ്യാഭ്യാസമൊക്കെ നേടി ഒരുപക്ഷെ വക്കീലന്മാര്, ജഡ്ജിമാര്, ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഉപരിമധ്യവർഗത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവന എന്ന നിലയ്ക്കാണ് ദേശീയത ആദ്യമായിട്ട് രൂപപ്പെടുന്നത്. ഇതിന് രണ്ടാമത് ഒരു മെറ്റീരിയൽ ഫൗണ്ടേഷൻ കിട്ടുന്നത് ഇന്ത്യയിലെ മർക്കൻഡൈൽ ബൂർഷ്വാസി ചുങ്കത്തെ ചൊല്ലി, ടാക്സേഷനെ ചൊല്ലി ഇന്ത്യയിലെ വാണിജ്യ ബൂർഷ്വാസിയും ബ്രിട്ടീഷ് ബ്രിട്ടീഷ് കോളനി ഭരണാധികാരികളും തമ്മിലുള്ള സംഘർഷമാണ്. കാരണം ചുങ്കം ചുമത്തുന്നത് ഇന്ത്യയിലെ വാണിജ്യ മുതലാളിത്തത്തിൻ്റെ വളർച്ചയെ പല നിലയ്ക്ക് തടയാൻ തുടങ്ങി, തടസ്സപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ വാണിജ്യ മുതലാളിത്തം ദേശീയതയെ തങ്ങളുടെ ഒരു രാഷ്ട്രീയ അടിസ്ഥാനമായി സ്വാംശീകരിക്കാൻ തുടങ്ങുന്നത് ഈ ബ്രിട്ടീഷ് ഭരണവുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൻ്റെ സന്ദർഭത്തിലാണ്. ഈ ആദ്യ 2 ഘട്ടങ്ങൾക്കുമുള്ള പൊതുവായ സവിശേഷത എന്താണെന്ന് വെച്ചാൽ അത് ഒരു അതിന്യൂനപക്ഷത്തിൻ്റെ ദേശീയതയാണ്. മഹാഭൂരിപക്ഷത്തിന് ദേശീയതയെക്കുറിച്ചുള്ള കൺസേൺ ഒന്നുമില്ല. ഈ അതിന്യൂനപക്ഷത്തിൽ നിന്ന് ജനകീയമായൊരു ദേശീയതാ ഭാവനയിലേക്ക് ഇത് മാറുന്നത് 1905 ബംഗാൾ വിഭജനത്തോടെയാണ്. ബംഗാൾ വിഭജനം വരുന്നു, സ്വദേശി പ്രസ്ഥാനം, അനുശീലൻ സമിതി, അങ്ങനെയുള്ള അരവിന്ദ ഘോഷ്, ലാലാ ലജ്പത് റായ്, ഇങ്ങനെ ധാരാളം പേര് വരികയും ദേശീയത ഒരു തട്ടിലെ ന്യൂനപക്ഷ വിചാരം എന്നതിൽ നിന്ന് കീഴ്ത്തട്ടിലെ ഒരു ജനവിചാരത്തിലേക്ക് എത്തിച്ചേരുന്നു. പക്ഷേ ഈ ജനവിചാരത്തിന്റെ സുപ്രധാനമായ ഒരു പരാധീനത, അല്ലെങ്കിൽ ഇന്ന് നമ്മെ വലയം ചെയ്യുന്ന അതിഭീമമായൊരു ഒരു തകരാറ് ഈ ജനകീയ വ്യാപനത്തിലുണ്ട്. അത് ദേശീയതയെ മതാത്മകമായിട്ടാണ് ഭാവന ചെയ്തത്. ദേശീയത മതാത്മകമായി ഭാവന ചെയ്യപ്പെട്ടു തുടങ്ങുന്നത് ഈ 3-ാം ഘട്ടത്തിലാണ്. അപ്പോഴാണ് തിലകനാണ് ഈ ഘട്ടത്തിലെ ദേശീയതയുടെ ഏറ്റവും ഉയർന്ന നേതാവ്. തിലകൻ നിങ്ങൾക്ക് നോക്കി അറിയാം, അദ്ദേഹം നവോത്ഥാനത്തിനെല്ലാം എതിരായിരുന്നു, എല്ലാ നവോത്ഥാന സംരംഭങ്ങൾക്കും. ഇപ്പൊ പെൺകുട്ടികളുടെ ബാല്യവിവാഹം നിരോധിക്കുന്നതിന് അദ്ദേഹം എതിരായിരുന്നു, അല്ലെങ്കിൽ വിധവാവിവാഹത്തിനെതിരായിരുന്നു. നവോത്ഥാനപരമായി ഉള്ള എല്ലാ പരിഷ്കരണ ശ്രമങ്ങൾക്കും തിലകനെതിരായിരുന്നു. പൊളിറ്റിക്കൽ ഫ്രീഡം ഫസ്റ്റ് എന്നതായിരുന്നു മൂപ്പരുടെ ഒരു മുദ്രാവാക്യം. രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ബാക്കിയൊക്കെ പിന്നെ നമുക്ക് വേണമെങ്കിൽ റിസോൾവ് ചെയ്യാം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നതായിരുന്നു. ഇത് ഗാന്ധി ഒരു ഘട്ടത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അംബേദ്കറായിട്ടുള്ള സംഭാഷണ സന്ദർഭത്തിൽ ഗാന്ധി അംബേദ്കറോട് പറയുന്ന ഒരു വാക്യമുണ്ട്: താങ്കളുടെ ശ്രമങ്ങൾ നമ്മുടെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ വൈകിപ്പിക്കും. അപ്പൊ ഗാന്ധിജിയോട് അംബേദ്കർ പറഞ്ഞു, മിസ്റ്റർ ഗാന്ധി, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്, ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ല. അത് ഗാന്ധി ഒരു ഞെട്ടിപ്പോയ വാക്യമാണ്. വാസ്തവത്തിൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ പൊസിഷനെ റീഓറിയന്റ് ചെയ്യാൻ സഹായിച്ച പ്രധാനപ്പെട്ട ഒരു വാചകം അതായിരുന്നു: ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ല. വഴി നടക്കാൻ അവകാശമില്ലാത്തവർക്ക്, പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തവർക്ക്, കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റാത്തവർക്ക്, പൊതുക്കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തുകൂടാത്തവർക്ക് എന്തു മാതൃരാജ്യം? അതുകൊണ്ട് സ്വാധികാരമാണ് മാതൃരാജ്യം. സ്വാധികാരം ഇല്ലെങ്കിൽ മാതൃരാജ്യമില്ല. അതുകൊണ്ട് സ്വാധികാരം സ്ഥാപിക്കാതെ നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഇതാണ് അംബേദ്കറുടെ ആ പ്രസ്താവന, ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ല എന്നത്. പക്ഷെ ഗാന്ധി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഗാന്ധിജി അദ്ദേഹത്തിന്റെ രീതിയിൽ ഐത്തോച്ചാടനവും അദ്ദേഹത്തിന്റെ ശ്രമങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത് അതിനുശേഷമാണ്. അപ്പൊ ഈ തിലകന്റെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന നമ്മുടെ ദേശീയ പ്രസ്ഥാനം അടിസ്ഥാനപരമായി ദേശീയതയെ മതദേശീയതയായിട്ടാണ് കണ്ടത്. ഈ മതാത്മക ദേശീയതയാണ്. അതിപ്പോ രാംപ്രസാദ് ബിസ്മിലോ, അല്ലെങ്കിൽ ചന്ദ്രശേഖർ ആസാദോ, അല്ലെങ്കിൽ അരവിന്ദ ഘോഷോ, തിലകനോ, ബങ്കിംചന്ദ്രനോ, ആരെ എടുത്താലും നിങ്ങൾക്ക് ദേശീയത, ഇന്ത്യ എന്നുള്ള ഭാവനയുടെ പുറകിൽ ഈ ഇത് കാണാൻ പറ്റും, മതം കാണാൻ പറ്റും. വന്ദേമാതരമൊക്കെ ഈ കാലത്ത് ഉയർന്നു വരുന്ന, അതാണ് വന്ദേമാതരത്തെ ചൊല്ലി പിന്നീടുണ്ടായ തർക്കത്തിന്റെ ഒരു അടിസ്ഥാനമായി തീർന്നത്. ഇതിൽ നിർണായകമായ മാറ്റം വരുന്നത് 20കളിലാണ്. വാസ്തവത്തിൽ എന്താണ് ഗാന്ധിയുടെ ഒരു പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഈ മതാത്മകമായ ദേശീയതാ സങ്കല്പത്തിന്റെ കേന്ദ്രത്തിലേക്ക് ഗാന്ധിജി മറ്റു ചില പൊസിഷൻസിനെ കൊണ്ടുവരുന്നു. ഗാന്ധി 1915 ജനുവരിയിലാണ് ഇന്ത്യയിൽ വരുന്നത്. 14 ഡിസംബറിൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് പോരുന്നു. 15 ജനുവരി 9-ാം തീയതി മറ്റോ ആണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ വന്നതിന് ശേഷം അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയും അദ്ദേഹം 1917 പുതിയ ഒരു സമരം തുടങ്ങുകയും ചെയ്യുന്നു. ആ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ സ്ലോഗനെ കുറിച്ച്
ഇർഫാൻ ഹബീബ് പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ടാണ് ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിലെത്തുമ്പോൾ കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്നതാണ് മുദ്രാവാക്യം. അപ്പോ അല്ലാതെ അതുവരെ ഉയർന്ന അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ല. ഇർഫാൻ പറയുന്നതെന്ന് വെച്ചാൽ, അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്ക് പകരം മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങണം എന്ന തന്ത്രം ഇന്ത്യയിൽ ഏറ്റവും നന്നായി പ്രയോഗിച്ചത് ഗാന്ധിജിയാണ്. ഇപ്പൊ ഉപ്പ് സത്യാഗ്രഹം 1930 ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് AICC മഹാഭൂരിപക്ഷം പേരും വാസ്തവത്തിൽ ഈ സമരത്തിൽ താല്പര്യമുള്ളവരല്ല. കാരണം അവര് മിക്കവാറും പേര് കരുതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ കൂടി ഗൗരവമുള്ള എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ വേണ്ടേ ഒരു അഖിലേന്ത്യാ സമരം നടത്താൻ. ഉപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു നാഷണൽ സ്ട്രഗിളിന് വകയുള്ളതാണോ എന്ന ഒരു സംശയം അന്നുണ്ടായിരുന്നു. ഗാന്ധി ആരും അങ്ങനെ നിരസിക്കുന്നൊന്നുമില്ല. അന്ന് ഗാന്ധിയെ നിരസിക്കൽ എളുപ്പമല്ല കേട്ടോ. അവിടെ കൂടിയാണ് അംബേദ്കറുടെ ഒരു വലിയ പ്രാധാന്യം. ഇത്ര ജൈജാന്റിക്കായ ഒരു സാന്നിധ്യമായിരിക്കെ ഗാന്ധിയുടെ പൊസിഷനോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടുകയും ഗാന്ധിയെ തിരുത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അംബേദ്കർ എന്നത്